നിങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് ചെയ്യുക. അതൊന്നും ഇനിയിപ്പോ എനിക്ക് വലിയ ഹോപ്പ് ഇല്ല. ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കാണാനുള്ളൂ. 3 പ്രോഗ്രാം എല്ലാ വീക്കും ഞാൻ തരും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്യൂട്ടോറിയലിന്റെ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ട്യൂട്ടോറിയലിന്റെ മാർക്ക് തരില്ല. ക്ലിയർ? ഞാൻ അല്ലെങ്കിൽ വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ 1-2 പ്രോഗ്രാം തരാം എന്ന്. പക്ഷെ നിങ്ങൾ ആരും ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാനേ നിവർത്തിയുള്ളൂ. അപ്പൊ വീക്ക്ലി ഒരു 2-3 പ്രോഗ്രാം വെച്ച് ഞാൻ തരാം എല്ലാ ആഴ്ചയും. നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഇരുന്ന് ചെയ്തിട്ട് പതുക്കെ ഞായറാഴ്ച രാത്രി എങ്ങാണ്ട് അയച്ചു തന്നാൽ മതി. കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോ ഇതുവരെ ആ ഒരു പ്രോഗ്രാം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഇമാനുവലിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ പേരുടെ പ്രോഗ്രാം കണ്ടു. അപ്പൊ ഇമാനുവലിന്റെ പ്രോഗ്രാം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇമാനുവലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ ഇയാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്ന്. അല്ലെ ഇമാനുവൽ ഇവിടെ? യെസ്. അപ്പൊ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് വേഗം പറഞ്ഞു കൊടുക്കൂ ആ പ്രോഗ്രാം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ബാക്കി പോർഷൻസ് തുടങ്ങാം. ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. അപ്പൊ പിന്നെ അവർക്ക് കാണാലോ. അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട്. എന്താ ഷെയർ ആവാത്തെ? പറ്റുന്നില്ലേ? സ്ക്രീൻഷോട്ട് അതെന്റെ ഫോണിലാണല്ലോ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ. അപ്പൊ ഈ പ്രോഗ്രാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും നിങ്ങളുടെ ഒരു ഓൺ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് നല്ല പരിപാടിയാണ് അല്ലെ? ഒരു ഹോംവർക്ക് തരാ, അടുത്ത ദിവസം ഒരാളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് പഠിച്ച പോലെയായി, ബാക്കിയുള്ളവർക്ക് കേട്ട പോലെയായി. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താലോ? ഇതാവുമ്പോ നിങ്ങൾക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, നിങ്ങൾക്കും ഒരു ചാൻസ് കിട്ടും. എന്ത് പറയണു എല്ലാരും? നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വളരെ എളുപ്പമുള്ള പ്രോഗ്രാംസേ ഞാൻ തരുള്ളൂ. അങ്ങനെ ഞാൻ ഭയങ്കര ആലോചിക്കാനൊന്നും ഞാൻ തരാറില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. അത്രയ്ക്ക് വേണോ? ഓക്കെ, ശരി, നോക്കാം എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാൻ എടുക്കട്ടെ, ഒരു മിനിറ്റ്. അതെ, ഇൻട്രസ്റ്റിംഗ്. അതെ, വളരെ നല്ല കാര്യം. അപ്പൊ നമ്മളിപ്പോ സെക്കൻഡ് യൂണിറ്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ 3 ലൂപ്പ് പഠിച്ചു. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അപ്പം നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് 3 ലൂപ്പുകളാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ലൂപ്പ് എന്നൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഫോർ ലൂപ്പ് പഠിച്ചു, വൈൽ ലൂപ്പ് പഠിച്ചു, ഡു വൈൽ ലൂപ്പ് പഠിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാൻ ഈ 3 ലൂപ്പിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദി 2 എൻട്രി കൺട്രോൾഡ് ലൂപ്സ്? ആർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും നോക്കട്ടെ, വേഗം ടൈപ്പ് ചെയ്യും, നമുക്ക് സമയം പോണു. വിച്ച് ആർ ദി 2 എൻട്രി കൺട്രോൾഡ് ലൂപ്പ്?
അതായത് കുറച്ചും കൂടെ ക്ലൂ ആയിട്ട് ഒരു ഈസി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കുറെ പേര് പറയുന്നുണ്ട്. ഓക്കെ, അമിത ഒരെണ്ണം കൂടെ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ടടാ. 2 ലൂപ്പ് ഉണ്ട് എൻട്രി കൺട്രോൾഡ്. ഓക്കെ, പിന്നെ അടുത്തത് 4 ആൻഡ് വൈൽ. അപ്പൊ കുറെ പേര് 4 ആൻഡ് വൈൽ എന്ന് പറഞ്ഞു. സോ അപ്പം വിച്ച് ഈസ് ദി എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്? ആകെ ഒരു ലൂപ്പേ ഉള്ളൂ എക്സിറ്റ് കൺട്രോൾഡ്. സോ വിച്ച് ഇസ് ദാറ്റ് ലൂപ്പ്? ഡു വൈൽ. സോ ഒബ്വിയസ്ലി അപ്പൊ നിങ്ങൾക്ക് ഞാൻ മൺഡേക്ക് ഒരു വർക്ക് തരാം. മൺഡേ അല്ല, ഞാൻ നാളത്തേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ഹോംവർക്ക്. ഇന്നിപ്പോ ഞാൻ പ്രോഗ്രാം അല്ല തരുന്നത്. നിങ്ങൾ എല്ലാവരും നമ്മുടെ 3 ലൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഹോംവർക്ക് ഇവിടെ ഞാൻ ഈ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാ വിചാരിക്കുന്നത്. മൊഡ്യൂൾ 2 ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് എന്ന് കാണാം. സോ ഞാൻ നാളെ എല്ലാവരോടും സിൻടാക്സ് എങ്ങനെയാണെന്ന് ചോദിക്കും. 4 ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പറയണം. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ചോദിക്കുമ്പോൾ ഇത് പറയണം. ആൻഡ് ഡു വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ചോദിക്കുമ്പോൾ ഇത് പറയണം. അപ്പൊ എല്ലാരും 4ഉം വൈലും ഡു വൈലിന്റെ സിൻടാക്സും പഠിച്ചു വെക്കുക. നിങ്ങൾ തനിയെ ഒരു എക്സാമ്പിൾ എഴുതുക, ചെറിയൊരു എക്സാമ്പിൾ. ഇതിന്റെ ഉള്ളിൽ ഇത് മാത്രം പ്രോഗ്രാം ഒന്നും എഴുതണ്ട, ജസ്റ്റ് ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് നാളത്തേക്കുള്ള ഹോംവർക്ക്. ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് എന്തായാലും ഒരു അവർ ഉണ്ട് നാളെ. സോ നാളെ നമുക്ക് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ്, കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ സിൻടാക്സ് ഒക്കെ പഠിക്കും. സിൻടാക്സ് പഠിക്കാതെ നമുക്ക് പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സിൻടാക്സ് അറിയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ എത്തി? സോ നമ്മളുടെ ഇതായിരുന്നു ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിനകത്തുള്ള ഡിസിഷൻ മേക്കിംഗ് കഴിഞ്ഞു, നമ്മുടെ ഈഫ് എൽസ് അതൊക്കെ കഴിഞ്ഞു, നമ്മുടെ സെലക്ഷൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, ഐട്രേഷനിൽ നമ്മുടെ 3 ലൂപ്പുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതാണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ മെയിൻലി 3 ടൈപ്പ് ഓഫ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ജംപ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ പറയാം. ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാടുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. സോ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും ജംപ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സി പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ഫ്ലോ ഉണ്ടാവും. ലൈക്ക് ഒന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്തത് അത് എക്സിക്യൂട്ട്. ദർ വിൽ ബി എ കൺട്രോൾ ഫ്ലോ ഫോർ ഓൾ ദി പ്രോഗ്രാം. അപ്പൊ ആ ഒരു നോർമൽ ഫ്ലോന്ന് ചെറിയൊരു ഡിഫറെന്റ് ആയിട്ട് ഇപ്പം ഇടയ്ക്കുള്ള സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്ത് ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് ജമ്പ് ചെയ്യുമ്പം ഈ സ്റ്റെപ്പുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ ഇതിലോട്ട് ജമ്പ് ചെയ്യുക, അങ്ങനെ ഒരു നോർമൽ ഫ്ലോന് നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, ഗോ ടു, അങ്ങനെ 3 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ആക്ച്വലി ഇമാനുവൽ പ്രോഗ്രാമിൽ ചെയ്ത പോലെ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റിട്ടേൺ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാം ഇന്റ് മെയിൻ ചെയ്യുമ്പം, അങ്ങനെയാണെങ്കിൽ റിട്ടേൺ യൂസ് ചെയ്യും. ഇനി റിട്ടേണിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ളത് നിങ്ങളുടെ അടുത്ത യൂണിറ്റിലാണ്. നമ്മൾ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പഠിക്കും. സോ ഇപ്പൊ ബേസിക്കലി ഈ 3 ജംപ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതി. ഓക്കെ, ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, ഗോ ടു ഉണ്ട്. ഈ പേര് മറക്കരുത് കേട്ടോ, ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ബ്രേക്ക് എന്താന്ന് പറയാം, എന്നിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആസ് യൂഷ്വൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ വെച്ച് നിൽക്കും. അതേപോലെ തന്നെയാണ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ബ്രേക്ക് കാണുന്നത് അവിടെ വെച്ച് നമ്മുടെ പ്രോഗ്രാം അങ്ങ് നിൽക്കും. അവിടെ ഒരു ടെർമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആദ്യം മുതൽ എക്സിക്യൂട്ട് ചെയ്യാൻ, അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളിത് യൂഷ്വലി യൂസ് ചെയ്യാം ഇപ്പം 4 ലൂപ്പിന്റെ അകത്ത്. ലൂപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും, ഡു വൈ ലൂപ്പിനകത്ത് യൂസ് ചെയ്യും. ഞാൻ സ്വിച്ച് പഠിപ്പിച്ചു തന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് ബ്രേക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അടുത്ത ബ്രേക്ക് കാണുന്നത് വരെയുള്ള എല്ലാ ഔട്ട്പുട്ടും പ്രിന്റ് ചെയ്യും എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് പോലെയാണ്. അത് കാണുന്നത് വരെ ആ പ്രോഗ്രാം അങ്ങ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു ഓൺലൈൻ സി പ്രോഗ്രാമിംഗ് എടുത്തതാ. അപ്പൊ ഞാൻ ചെറിയൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വേഗം നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, ഇങ്ങനെ ആച്ചാൽ കേട്ടോ. എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. ഡം സ്റ്റേറ്റ്മെന്റ്സിന് എക്സാമ്പിൾ. അപ്പൊ ഞാൻ സാധാരണ പോലെ നമ്മൾ ഹെഡർ ഫയൽസ് ഒക്കെ കൊടുക്കുകയാണ്. ദെൻ ഞാൻ വോയിഡ് മെയിൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കൊടുക്കുന്നത് ഒരു ഇന്റ് ഐ ഞാൻ കൊടുക്കുകയാണ്. ലൂപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഐ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഫോർ ലൂപ്പ് എഴുതാണ്. ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഞാൻ പറഞ്ഞു ഇനീഷ്യലൈസേഷൻ ആണ്. സോ എന്റെ ഐ തുടങ്ങേണ്ടത് 1 നിന്നാണ്. സോ ഞാൻ ഐ ഈക്വൽ ടു 1 കൊടുത്തു. അത് എഴുതി കഴിഞ്ഞാൽ സെമി കോളൻ ഇടണം. പിന്നെ എന്റെ കണ്ടീഷൻ പറയുന്നത് ഈ ലൂപ്പ് എനിക്ക് 15 വരെ എക്സിക്യൂട്ട് ചെയ്യണം. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 വരെ ചെയ്യണം. ഓരോ പ്രാവശ്യവും ചെയ്തു കഴിഞ്ഞാൽ ഐ കൂട്ടി കൂട്ടി വരണം. ദിസ് ഇസ് മൈ ലോജിക്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളു, ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, ഫോർ ലൂപ്പിനകത്ത് ഞാൻ എഴുതാൻ പോവാണ്. ഓരോ പ്രാവശ്യവും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഐന്റെ വാല്യൂ അങ്ങ് പ്രിന്റ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അത്രേ ഉള്ളൂ. പെർസെന്റേജ് ബി ജസ്റ്റ് ഐന്റെ വാല്യൂ ഓരോ പ്രാവശ്യം ഒരു ന്യൂ ലൈനും കൂടെ കൊടുത്തേക്കാം, അടുത്ത ലൈനിൽ അടുത്ത ലൈനിൽ വരാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഐന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പോവാം. ഇത്രേ ഉള്ളൂ, എന്റെ ഫോർ ലൂപ്പിനകത്ത് ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഒരു കണ്ടീഷനും കൂടെ എഴുതുകയാണ്. one condition what I'm writing is if I equals to 10, I equal to 10 ആയി കഴിഞ്ഞാൽ ഇവിടെയാണ് എന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ എന്റെ സ്റ്റേറ്റ്മെന്റ്. ദിസ് ഇസ് മൈ പ്രോഗ്രാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മീനിങ് എന്താ? ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് 1 to 15 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 വരെ പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഐ 1 മുതൽ എഴുതി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, കാരണം എനിക്ക് 15 വരെ പ്രിന്റ് ചെയ്യണം. സോ ഞാൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 കൊടുത്തു. ആൻഡ് ഓരോ പ്രാവശ്യം എനിക്ക് ഐ ആഡ് ചെയ്ത് വരണം. സോ ഞാൻ ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ഓരോ പ്രാവശ്യം ഐ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് കമന്റ് ആക്കി വെക്കാം. കമന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എനിക്ക് 15 വരെ ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ കമന്റ് മാറ്റിയിട്ട് ഇതിനെ ആക്റ്റീവ് ആക്കാൻ പോവാണ്. ആക്റ്റീവ് ആക്കി ബ്ലൂ കളറിൽ കാണാം. അപ്പം എന്റെ ഇത്രയേ ഉള്ളൂ. ഐ എപ്പോഴെങ്കിലും 10 ആയി കഴിഞ്ഞാൽ, ഐ ഇത് ചെയ്ത് എപ്പോഴെങ്കിലും 10 ആവുകയാണെങ്കിൽ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഓ മൈ ഗോഡ്, എന്റെ പ്രോഗ്രാമിൽ എന്തോ എറർ ഉണ്ടല്ലോ. ഓക്കെ, ഫോർ ലൂപ്പിനകത്ത് ഒരു മിനിറ്റ് ഞാനൊന്ന് ബ്രാക്കറ്റ് ഇടാണേ. ഫോറിന് ബ്രാക്കറ്റ് ഇടാണ്, സിൻസ് ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്പുട്ട്. ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എവിടെ യൂസ് ചെയ്യുന്നു അവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. അതായത് ഇപ്പം ഇതിങ്ങനെ 10 വരെ ചെയ്തു വന്ന് ദെൻ ഇഫ് ഐ ഇസ് ഈക്വൽസ് ടു 10 എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രോഗ്രാം നിൽക്കും. ഞാൻ അപ്പോഴേ ചെയ്തത് ഈ ലൂപ്പിനകത്ത് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതും കൂടെ ലൂപ്പിനകത്തും ഇതിനെ കമന്റ് ആക്കി വെക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ആൻസർ 15 വരെ കിട്ടും. ആൻഡ് ഇത് കമന്റ് ഞാൻ മാറ്റുകയാണെങ്കിൽ, ബ്രേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 10 വരെ ഔട്ട്പുട്ട് വരുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. എവിടെയാണോ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് ദ പ്രോഗ്രാം വിൽ ടെർമിനേറ്റ് ആൻഡ് ബാക്കിയുള്ള റിസൾട്ട്സ് ഒക്കെ പ്രിന്റ് ആവും. ഇതാണ് ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ യൂസേജ്. ഓക്കെ, അപ്പൊ ഇതിൽ സംശയമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഈ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ബ്രേക്ക് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ എന്ന് പറയും. ഇതും ഏകദേശം ബ്രേക്ക് പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ വെച്ച് നിൽക്കുകയല്ല ചെയ്യുക. നമ്മൾ കണ്ടിന്യൂ എന്ന് നമ്മൾ ആസ് യൂഷ്വൽ ഇങ്ങനെ തന്നെ എഴുതുക. കണ്ടിന്യൂ എന്ന് എഴുതിയിട്ട് ലൈക്ക് നമ്മളൊരു സെമി കോളൻ ഇടും. ബ്രേക്ക് ആണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് എന്ന് എഴുതിയിട്ട് ഒരു സെമി കോളൻ ഇടും. ഇത് മാത്രമേ ഇതിന്റെ സിന്റാക്സ് ആയിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പം കണ്ടിന്യൂ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, എവിടെ കണ്ടിന്യൂ കാണുന്നോ ബാക്കിയുള്ള സാധനമൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും അതിന്റെ ബിഗിനിങ്ങിലോട്ട് പോകും. അതായത് ഇപ്പൊ ഒരു ഫോർ ലൂപ്പ് നമ്മൾ എഴുതി, അതിനകത്ത് കുറെ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞ് ഇവിടെ ഒരു കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ
ബാക്കിയുള്ള ഒന്നും അത് എക്സിക്യൂട്ട് ചെയ്യില്ല, നേരെ വീണ്ടും ബിഗിനിങ്ങിലോട്ട് പോകും. സോ ഇതാണ് കണ്ടിന്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു എക്സാമ്പിൾ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഓരോന്നിന്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ബ്രേക്കിന്റെ, കണ്ടിന്യൂന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പം ഇതാണ് എന്റെ കണ്ടിന്യൂ പ്രോഗ്രാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇന്റ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ വൈൽ എ ലെസ് ദാൻ 10 ആണെങ്കിൽ, ഓക്കെ, അതാണ് കണ്ടീഷൻ. എത്രയാണ്? എ ലെസ് ദാൻ 10 ആണെങ്കിൽ ഓരോ പ്രാവശ്യം എ ആഡ് ചെയ്ത് കൊടുക്കണം. ഇഫ് എ ഈക്വൽസ് ടു 5 ആണെങ്കിൽ അവിടെ ഞാൻ കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് എന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ളൊരു ലൂപ്പ് മാത്രമാണ്. എ 0 മുതൽക്ക് തുടങ്ങുന്നുണ്ട്. അപ്പം അതിനകത്ത് കയറുമ്പോഴത്തേനും ആദ്യം 0 ലെസ് ദാൻ 10 ആണ്. സോ യെസ് ട്രൂ ആണ്. അകത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആവുന്നുണ്ട്. ദെൻ അങ്ങനെ ഓരോ പ്രാവശ്യം ഇതിനകത്ത് കയറിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മിസ്സായ പോലെ തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മിസ്സായ പോലെ തോന്നുന്നുണ്ടോ ഔട്ട്പുട്ട് നോക്കുമ്പോഴത്തേനും? ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3, സ്റ്റേറ്റ്മെന്റ് 4, ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് മിസ്സിംഗ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതായത് ഇഫ് എ ഈക്വൽ ടു 5 ആണെങ്കിൽ, എപ്പോഴെങ്കിലും എ 5 എത്തുകയാണെങ്കിൽ അത് പിന്നെ ആൻസർ പ്രിന്റ് ചെയ്യാനൊന്നും നിൽക്കില്ല. ഇവിടെയാണ് നമ്മുടെ ആൻസർ പ്രിന്റ് ചെയ്യേണ്ടത്. ഇത് പ്രിന്റ് ചെയ്യാനൊന്നും നിൽക്കൂല, നേരെ വൈലിലോട്ട് പോവുക ചെയ്യുക. അതായത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ഏറ്റവും ബിഗിനിങ്ങിലോട്ട് പോവും, പിന്നെയും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഒരു മെസ്സേജ് കൊടുക്കുന്നത് എൻഡ് ഓഫ് എ പ്രോഗ്രാം. അത് നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞു എന്ന് എൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻഡ് മെസ്സേജ് പോലെ കൊടുക്കുകയാണ്. സോ ഇതാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ wherever we see a continuous statement, it will skip all the statements and again move back to the beginning of the loop. എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ലൂപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അതിന്റെ ബിഗിനിങ്ങിലോട്ട് ആ കൺട്രോൾ അങ്ങ് പോയി നിൽക്കും. ഇതാണ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ബ്രേക്ക് കൊടുത്തതെന്നാണെങ്കിൽ അവിടെ വെച്ച് ആ പ്രോഗ്രാം അങ്ങ് നിൽക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇവിടെ കണ്ടിന്യൂവിന് പകരം ബ്രേക്ക് കൊടുക്കുന്നെങ്കിൽ പ്രോഗ്രാം അങ്ങ് ആ 5 വെച്ച് അവിടെ നിൽക്കും. അപ്പൊ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഇത്രേ നിങ്ങൾക്ക് കാണുള്ളൂ. ഇതാണ് ഡിഫറൻസ് ബ്രേക്കും കണ്ടിന്യൂവും. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രേക്കും കണ്ടിന്യൂവും പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ്. ലാസ്റ്റത്തെ ഒരാളും കൂടെ ഉണ്ട്. ബ്രേക്ക് കഴിഞ്ഞു. ഇതിനകത്ത് വേറൊരു പ്രോഗ്രാം ഉണ്ട്. ഇത്രയും വലിയൊരു പ്രോഗ്രാം ഒന്നും നിങ്ങൾക്ക് എക്സാമ്പിൾ ആക്കി എഴുതണ്ട. അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് കാണിച്ചു തരുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതും ഒരു കൈൻഡ് ഓഫ് ജംപ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമുക്ക് ആ നോർമൽ ഫ്ലോ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗോ ടു. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഗോ ടു എന്ന് എഴുതിയിട്ട് ഒരു ലേബിൾ കൊടുക്കാൻ പറ്റും. എന്റെ പേര് വെച്ച് ഞാൻ എഴുതി തരാം. അപ്പൊ ഞാൻ ഗോ ടു, എന്റെ പേര് ഞാൻ അമൃത എന്ന് എഴുതി. സോ ദിസ് ഇസ് മൈ ലേബൽ. ഓക്കെ, സോ ഞാൻ ഇത് എഴുതിയിട്ട് സെമി കോളൻ ഇട്ട് ഗോ ടു അമൃത എന്ന് ഞാൻ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ കുറെ പ്രോഗ്രാംസ് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലേബൽ ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ അമൃത എന്നുള്ള ലേബൽ യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ കോളൻ ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ കുറെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ ഇതിന്റെ മേലുള്ളതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഗോ ടു അമൃത എന്ന് കാണും. സോ ഗോ ടു അമൃത എന്ന് കാണുകയാണെങ്കിൽ ഇത് നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഗോ ടുവിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം.
സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് ഗോ ടു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവരൊരു ലേബൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ സാധാ പോലെയാണ്. ഹാഷ് ഇൻക്ലൂഡ് കൊടുത്തു, വോയിഡ് മെയിൻ കൊടുത്തു, നേരെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡയറക്റ്റ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് 1, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് 2 നമ്മൾ നേരെ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തു, ഗോ ടു ലാസ്റ്റ് എന്നാണ് എന്റെ ലേബലിന്റെ പേര്. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് അതായത് കമ്പൈലർ ഇവിടുന്ന് തുടങ്ങി ഇതെല്ലാം പ്രിന്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഗോ ടു ലാസ്റ്റ് എന്ന് കാണും. വിച്ച് മീൻസ് ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് കമ്പൈലർ നേരെ പോകുന്നത് ലാസ്റ്റിലോട്ടായിരിക്കും. ആൻഡ് ലാസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഈ ഇടയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും. അപ്പൊ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്റെ ഒരു ബ്രാക്കറ്റ് മിസ് ആയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ്. പിന്നെ റൺ ചെയ്ത് കാണിച്ചെന്നാൽ യുൽ ഗെറ്റ് ദി ഐഡിയ. സോ ഇത്രയും മാത്രമായിരിക്കും ഔട്ട്പുട്ട്. അതായത് നമ്മൾ പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും. ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗോ ടു ലാസ്റ്റ് എന്ന് കാണും. ഗോ ടു ലാസ്റ്റ് എന്ന് കണ്ടാൽ നേരെ ഇങ്ങോട്ട് പോകും. സോ ഇതിനിടയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും പ്രിന്റ് ചെയ്യില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിനെ കമന്റ് ആക്കിയിട്ട് വെക്കാം, അതായത് ഇനാക്റ്റീവ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഓൾ ദി ഔട്ട്പുട്ട്. റൺ ചെയ്യാന്ന് വെച്ചാല് നെറ്റ്. ഓക്കെ, ഇത് ഔട്ട്പുട്ട് വരട്ടെ. സോ ഇത് എല്ലാം ഇത് ഫുള്ളും ഇങ്ങനെ വരും. 1 2 3 4 5 ആൻഡ് എൻഡ് ഓഫ് ദ പ്രോഗ്രാം വരെ ഇത്രയും ഔട്ട്പുട്ട് വരും. ഇതില്ലെങ്കിൽ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ആകെ കാണാൻ പറ്റാം ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും. ഇതാണ് ഗോട്ടുവിന്റെ ആൻസർ. സോ ഇത് 3 ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇത്രയും കൊണ്ട് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഇവിടെ ഫിനിഷ് ആവാണ്. സോ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് തീർന്നു. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? സെക്കൻഡ് യൂണിറ്റിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യം മുതൽക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു സെക്കൻഡ് യൂണിറ്റിൽ. ആദ്യം മുതൽക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സിലബസ് ഞാൻ കാണിച്ചു തരാം. സോ ദിസ് ഇസ് മൊഡ്യൂൾ 2. നമ്മൾ ആദ്യം ബേസിക് സ്ട്രക്ചർ പഠിച്ചു. ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, ഐഡന്റിഫയേഴ്സ്, വേരിയബിൾ, ഡേറ്റ ടൈപ്പ്, കോൺസ്റ്റന്റ്സ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പ്രിന്റ് എഫ്, സ്കാൻ എഫിന്റെ കാര്യങ്ങൾ പഠിച്ചു. ദെൻ ഓപ്പറേറ്റേഴ്സ്, കുറെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. എക്സ്പ്രഷൻ പഠിച്ചു. ഓപ്പറേറ്റർ പ്രസിഡൻസ്, നമ്മൾ ആ പ്രയോറിറ്റി ചാർട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് കൺട്രോൾ ഫ്ലോയിൽ വരുമ്പം ഈഫ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം 4 എണ്ണം പഠിച്ചു. സ്വിച്ച് പഠിച്ചു. ദെൻ അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്, ഗോ ടു അത് പഠിച്ചു. വൈൽ, ഡു വൈൽ, ലൂപ്പ്, ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം ടഫാണ് അല്ലെങ്കിൽ മിസ് ഒന്നും കൂടെ പറയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. നാളെ എന്തായാലും നമുക്കൊരു അവർ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ പ്രോഗ്രാംസ് വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ മൊഡ്യൂൾ 2 ഒന്ന് ആകെ ഫുൾ ഒന്ന് നോക്കുക. ഞാൻ ഇതൊക്കെ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതേ PDF ഞാൻ iCampusൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഫുൾ ആയിട്ടൊന്ന് ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ട് പ്ലസ് അതൊന്നുകൂടെ ഓക്കെ നാളെ പറഞ്ഞുതരാം. അതിന്റെ പ്രോഗ്രാം ചെയ്യാം.